അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. നല്ല ടയർഡായതുകൊണ്ട് തന്നെ നാരങ്ങ സോഡ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിക്കുകയായിരുന്നു. പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് പറയാണ് കേട്ടോ. അതാള് പറയുന്നതല്ലേ നോക്കണ്ടത്. പിന്നെ ഞാൻ വരുമ്പോൾ അച്ചമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് ചീത്ത കേട്ടോ എന്തിനാ ഇതൊക്കെ വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അച്ചമ്മയ്ക്ക് അത് കണ്ടേരൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണമൊക്കെ അല്ലേ വരുന്നത്, എപ്പോഴൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഗായ്സ് പൊന്നു പോവുകയാണ് ഗായ്സ്, എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പൊന്നു പോവുകയാണ് ഗായ്സ്. ഞാനുമോൾക്ക് പിറ്റേന്ന് സ്കൂളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വേഗം തന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞാനുമോളും അമ്മയും കൂടിയിട്ട് അതാ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ദിവ്യമാമയ്ക്ക് കൊടുത്തില്ലേ? ദിവ്യമാമയ്ക്ക് കൊടുക്ക്, ദിവ്യമാമയ്ക്ക് ദിവ്യമാമയ്ക്ക്. ഞാനൂട്ടിക്ക് സ്ഥാനം കൊണ്ട് എല്ലാവരും അച്ചാച്ചനും അമ്മാമ്മയും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പം വേഗം തന്നെ അച്ചാച്ചനും അമ്മാമ്മയൊക്കെ ആയിട്ട് അപ്പോൾ അത് കുറച്ചിങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതാ ഞാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിട്ടോ. എപ്പോൾ ഇവിടെ വന്നാലും പെട്ടെന്ന് ധൃതി പിടിച്ച് പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ഒക്കെ ആകുമ്പോൾ നമുക്കിതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ കോംപ്രമൈസ് ഇല്ലല്ലോ. ഞങ്ങളുടെ കൂടെ അപ്പൂൻ്റെ അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായിയും പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി മലപ്പുറമൊക്കെ എത്തിയപ്പോൾ ഞാൻ കുറേ സമയമായി ചായക്ക് പറയുന്നത് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടോ. ഒരു നല്ല കുറേ കടികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഇവിടെ കയറിയിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിച്ച് ഞാനൊരു പഴംപൊരിയും ചായയാണ് കുടിച്ചത്. ഞാനും ഈ ഒരു സംഭവം ഇതിൻ്റെ പേരറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരെണ്ണം കൂടി വാങ്ങി കൊടുത്തു കേട്ടോ. പിന്നെ അവൾ അതൊക്കെ കഴിച്ച് പിന്നെ വേറൊരു സ്നാക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ നാട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ പോകുന്ന വഴി ഭയങ്കര മഴയായിരുന്നു. കോഴിക്കോടൊക്കെ എത്താൻ നേരമായപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.